നിങ്ങൾ ഈ കാണാൻ പോകുന്ന ദൃശ്യം ഒരു സ്തുതി പാടലേ അല്ല. കാര്യം കോൺഗ്രസ്സുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാം, അത് രാഹുൽ ഗാന്ധിക്കാകാം. പക്ഷേ പിണറായി വിജയനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമ്മളങ്ങ് ഉറഞ്ഞു തുള്ളിയേനെ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പത്തി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരനാം നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഒരു UDF MLA ആണ്, മുൻ മന്ത്രിയാണ്. രാഹുൽ വന്നല്ലോ, രാഹുൽ ഗാന്ധി വന്നല്ലോ. പുകഴ്ത്തലല്ല, വ്യക്തി പൂജയേ അല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരർഹിക്കുന്നുണ്ട് കേട്ടോ. അവർക്കിതൊക്കെ ആകാം. രാജ്യത്ത് കോൺഗ്രസിനെ 2 സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കിയെങ്കിൽ എന്ത്, ഇപ്പോഴും ഇവർക്കെല്ലാം വാഴ്ത്തുപാട്ടാകാം. ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, ഇന്ദിരാഗാന്ധിയുടെ മുടി, ഇന്ദിരാഗാന്ധിയുടെ പല്ല്, അങ്ങനെ സകലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ച് എഴുതാം. ഉണ്ടംപൊരി കഴിച്ച വലിയ ഫോട്ടോ അടിച്ച് കൊടുക്കാം. പപ്സ് കഴിച്ച അതിനെക്കുറിച്ചൊരു ഖണ്ഡകാവ്യം എഴുതാം. പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചിയെക്കുറിച്ച് വാഴ്ത്തുപാട്ട് പറയാം. അതൊന്നും സ്തുതി പാടലല്ല. അതൊക്കെ മനോരമയുടെ സാധാരണ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ്. അങ്ങനെയൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പറയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകൾക്കും അങ്ങനെ പാടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് ആശയം എന്താണെന്നറിയോ? പിണറായി വിജയനെക്കുറിച്ചൊരു പാട്ട് എഴുതാൻ പാടുണ്ടോ? അങ്ങനെ എഴുതുകയാണെങ്കിൽ വേണ്ടെന്ന് പറയുന്നതല്ലേ കമ്മ്യൂണിസം? കാര്യം തൊഴിലാളി പാർട്ടിയാണ്. മറ്റത് നെഹ്റു കുടുംബം, അത് നിങ്ങൾക്കറിയില്ലേ? കാര്യം ഇത് തൊഴിലാളി പാർട്ടിയാണ്. മറ്റത് നെഹ്റു കുടുംബം, ആ കുടുംബത്തിലേക്ക് അത് വേണ്ടേ? അവിടെ അതൊക്കെ ഒരു ആചാരമല്ലേ? ആ കൊട്ടാരത്തിലൊക്കെ നടക്കേണ്ട കാര്യങ്ങൾ ഇവിടെ തൊഴിലാളി പാർട്ടിയിൽ അല്ലെങ്കിൽ കോരൻ്റെ മകന് വേണ്ടി എഴുതുന്നത് ശരിയാണോ? ഇതാണ് ലൈൻ. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഈ പാട്ട് വന്ന സന്ദർഭങ്ങളിൽ മനോരമ തന്നെ വാർത്ത കൊടുത്തിരിക്കുന്നതാണ്. എന്തോരം ആവേശത്തിൽ, എന്തോരം ആഹ്ലാദത്തിൽ കൊടുത്ത ആ പാട്ട് ഒന്നുകൂടെ കേട്ടെ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പത്തി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരനാം നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വെറൈറ്റി മാധ്യമ പ്രവർത്തനം. മാധ്യമ പ്രവർത്തനം എന്നതിൻ്റെ മറവിലിരിക്കുന്ന സംഘി കോൺഗ്രസ് കുബുദ്ധികളുടെ കുരു ഒന്നുകൂടി പൊട്ടിക്കാൻ ആ പാട്ട് ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. കാര്യം നിങ്ങൾ സംഘടിതമായി എന്ത് കാര്യത്തെയാണോ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്, അതേ ഗ്രാവിറ്റിയിൽ തന്നെ നിങ്ങൾ ഇന്നലകളിൽ ഉണ്ടംപൊരിയും പപ്സും കക്കൂസും എല്ലാം ആഘോഷിച്ച ചരിത്രത്തെ ഈ നാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അന്ന് ആഹാ നല്ലത്, സൂപ്പർ, കയ്യടി. ഇന്നിപ്പം അയ്യേ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഏതെങ്കിലും ഭരണാധികാരി ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് മനുഷ്യരുടെ ഓർമ്മശക്തിയെ ഇവർ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ നാട്ടുകാരൊന്നും ഓർത്തു വയ്ക്കില്ല. അവന്മാരെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് ഈ മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്ന കൂലി എഴുത്തുകാരന്മാർ കരുതുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വാർത്ത അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ദിരയുടെ മരുമകളായി സോണിയ ഗാന്ധിയെ രാജീവ് താലി ചാർത്തി കൊണ്ടുവന്ന നാട് ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. എന്റെ നാട് കേരള നാട്, ആന്റണി ജനിച്ച നാട്, വയലാതിയും കേസിയും ജനിച്ച നാട്. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പത്തി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ.